ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ട് വന്ന നെത്തോലി മീനിനെ ഞാൻ അങ്ങനെ തന്നെ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫ്രീസായിട്ടാണ് ഇരുന്നത്. ഞാൻ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 4-5 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡൊന്നും ഞാൻ തൂക്കാനേ ഇറങ്ങാറില്ല. ഫ്രണ്ട് മാത്രമാണ് തൂത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കരിയിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇത്തിരി വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചേ. നമ്മുടെ ഇവിടെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു വലിയൊരു പ്ലാവുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ അപ്പുറത്തെ വെളിയിലൊക്കെ ചുറ്റിനും മരങ്ങളാണ്. അതുകൊണ്ട് ചെറിയൊരു കാറ്റടിച്ചാൽ മതി കരിയില മൊത്തം ഇവിടെ വീഴുവേ. കരിയില മൊത്തം വീണാലും കുഴപ്പമില്ല. ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്യാവശ്യം തണുപ്പും കാറ്റൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ മുറ്റത്തെ പുളിഞ്ചി മരം ഉണ്ടല്ലോ, അതൊന്ന് കാറ്റടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാറ്റടിക്കുന്നത് അതിലുള്ള കരിയിലയും പുളിഞ്ചിക്കയൊക്കെ താഴെ വീണിട്ട് ആകെ കുളമായിട്ട് കിടപ്പുണ്ടായിരിക്കും. പിന്നെ നമ്മൾ നടന്നു വരുന്ന വഴിയും ഒക്കെ ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചേ. ഇന്ന് രാവിലെ ഇത്രയും പണികൾ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു വർക്കൗട്ട് ചെയ്ത ഫീലായിരുന്നേ. എന്ന് രാവിലെ എണീറ്റ് ഇങ്ങനെയൊന്ന് തൂത്താൽ മതിയെ, പിന്നെ എക്സസൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് സമയം കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നീലക്കാന്താരി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ചെടി ഇതാണ്. അപ്പോൾ അത് ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നെത്തോലി മീനിലിടാൻ വേണ്ടിയിട്ട്. കുറച്ച് പുളിഞ്ചിക്കയും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അരപ്പൊക്കെ അരച്ച് ഞാൻ അടുപ്പിലോട്ട് അതിൻ്റെ പണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെത്തോലി മീനിനെ ഞാനൊന്ന് മസാലയൊക്കെ തേച്ച് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങും ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും സവാളയും കൂടെ അരിഞ്ഞിട്ട് കുക്കറിലോട്ട് കുറച്ച് എണ്ണയും കടുകും കരിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് ഇതൊന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഴുക്കുരട്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഷോ കേസാണ്. അതായത് എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് ഓരോ ഗിഫ്റ്റും കാണുമ്പോൾ എനിക്ക് ഓരോ ഓർമ്മകളാണ്. പണ്ട് ഞാനും ഏട്ടനും പ്രേമിച്ച് നടന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. എത്രയൊക്കെ കളിപ്പാട്ട് എൻ്റെ മോൾക്ക് കളിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ആൾക്ക് ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും എടുത്ത് കളിക്കാനാണ് ഇഷ്ടം. അങ്ങനെ കൈകാര്യം ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണത്തിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ വരാനായിട്ട് ആഗ്രഹിച്ചത് ഒരേപോലത്തെ സാരിയൊക്കെ ഉടുത്ത് വരണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അവർ കല്യാണത്തിന് വന്നു. അവർക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റാത്തത് കൊണ്ട് അവരതിനൊരു കാർട്ടൂൺ പോലെ സെറ്റ് ചെയ്തിട്ട് ഒരു പിക്സാർട്ട് പോലെ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് കുറച്ച് സിമ്പിളായിരുന്നു. അധികം പണിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം ഞാൻ ഒതുക്കി ഇത് ഫൈനൽ ഈ ഒരു ലുക്കിലാക്കി എടുത്തിട്ടുണ്ട്. ഇന്നെന്തോ ഇതൊക്കെ തുടച്ചപ്പം എൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുത്തതുപോലെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.